എവരിവൺ, അമ്മൂര് സ്പെഷ്യൽ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം എന്താണ് അതെന്ന്. ഇതൊരു വാക്യൂം സ്റ്റോറേജ് ബാഗ് ആണല്ലോ. ഇതില് 6 ഐറ്റംസ് ഉണ്ട്. ഇതിന്റെ ഉപകാരമാണ് ഇത് യൂസ് ചെയ്ത് നമുക്ക് വലിയ വിൻഡോ ക്ലോത്ത്സ് ഒക്കെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഒരു പമ്പ്. ഈ പമ്പ് യൂസ് ചെയ്ത് നമുക്ക് ബാഗ് ഒക്കെ ടൈറ്റ് ആക്കി വെക്കാം, ക്ലോത്ത്സ് ഒക്കെ അതിൽ വെച്ചിട്ട്. അടുത്ത ഐറ്റമാണ് നമുക്ക് കിട്ടിയതാണ് ബാഗ്സ്. ഇതിൽ ഒരു ജംബോ സൈസ് ബാഗ് ഉണ്ട്, 2 ലാർജ് സൈസ് ബാഗ് ഉണ്ട്, 2 മീഡിയം സൈസ് ബാഗ് ഉണ്ട്. ഇത് യൂസ് ചെയ്ത് നമുക്ക് നമ്മളെ വിൻഡോ ക്ലോത്ത്സ് എല്ലാം ഇതിൽ വെക്കാം. ഇതൊക്കെയാണ് സൈസ് കിട്ടി കേട്ടോ. ഇപ്പൊ നമുക്ക് അടുത്തതാണ് ഒരു ക്ലിപ്പ്. ഈ ക്ലിപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഈ ബാഗ് ഒക്കെ ലോക്ക് ചെയ്ത് വെക്കാം. ഈ സൈസസ് ഇതൊക്കെയാണ് ഈ സൈസസ് കിട്ടിയിരിക്കണം നമുക്ക്. ഇനി നമുക്ക് എല്ലാം ബാഗ് നോക്കിയിട്ട് ഈ പില്ല് വെച്ചിട്ട് നമുക്ക് ഒരു എക്സ്പെരിമെന്റ് നടത്തിയാലോ? അയ്യോ, എനിക്ക് ബാഗ് ഓപ്പൺ ചെയ്യാൻ കിട്ടണില്ലല്ലോ. എന്നാലും ട്രൈ ചെയ്യാം. ആഹാ, ഫൈനലി കിട്ടി. ഇനി നമുക്ക് നമ്മളുടെ പില്ലോ വെക്കാലോ. ഇനി നമുക്ക് ഇത്തിരി മുഷ്കിലാണ് ഇതൊക്കെ വെക്കാൻ കേട്ടോ. ഓരോ സൈഡായിട്ട് നമുക്ക് കീച്ചിക്കൊണ്ടിരിക്കാം. ഇനി നമുക്ക് താഴെ കൂടെ കയറ്റാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി കുറച്ച് മുഷ്കിലാണ് ഇതൊക്കെ കയറ്റാൻ കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റിയും നല്ല സാധനമാണ്. ഇനി ഞാൻ കയറ്റി. ഇനി നമുക്ക് എല്ലാം ക്ലോത്ത് എല്ലാം ഉള്ളിലാക്കണം. എൻ്റെ കേസിൽ ഇപ്പൊ പില്ലോ ആണ്. അപ്പൊ പില്ലോ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണേ. ഇനി നമുക്ക് ഒരു ക്ലിപ്പ് എടുത്തിട്ട് വെക്കാലോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇത് ഫിക്സ് ചെയ്യാന്ന്. ഈ ക്ലിപ്പ് എടുത്ത് ആ ബ്ലൂ സൈഡില് വെക്കണം. ഇനി ഈ സ്ഥലത്ത് ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് വെക്കണം. അത് നന്നായിട്ട് ഫിക്സ് ആയിട്ടാണ് നമുക്ക് അത് സൈഡിലേക്ക് ഇങ്ങനെ ആക്കണ്ടേ. ലോക്ക് ചെയ്യുന്ന മുമ്പ് എല്ലാം നമുക്ക് ക്ലോത്ത് അല്ലെങ്കിൽ പില്ലോ വെക്കണം കേട്ടോ. അയ്യോ, എൻ്റെ കയ്യിൽ നിന്ന് ആദ്യം പൊട്ടിപ്പോയല്ലോ. നമുക്ക് ഇനിയും അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ചെയ്യാം. വീണ്ടും ട്രൈ ചെയ്യാം നമുക്കിനി. വീണ്ടും പൊട്ടി. ഇനി നമുക്ക് സൂം ആയിട്ട് കാണിച്ചു തരാലോ. അയ്യോ, വീണ്ടും അത് പൊട്ടാണല്ലോ. ഇപ്പൊ അമ്മ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. ഇതെല്ലാം ക്ലോത്തൊക്കെ ഉള്ളിലേക്ക് ആക്കണം കേട്ടോ. നോക്കൂ, ഞാൻ കാണിക്കണ പോലെ നിങ്ങൾക്ക് ചെയ്യണ്ടേ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് ഈ റൗണ്ട് സാധനത്തിന് നമ്മൾ ഓപ്പൺ ആയിട്ട് കാണിക്കുന്ന സ്ഥലത്ത് ഓപ്പൺ ചെയ്യണം. ഇനി അടുത്തതാണ് ഈ പമ്പ് എടുത്ത് അതിൽ സ്ക്രൂ ചെയ്യണം, ഫിക്സ് ചെയ്യണം. ഇനി നമുക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആദ്യമാണ് നമ്മൾ പമ്പ് ചെയ്യുമ്പം ഈ എല്ലാ സൈഡിലും ആ എയറൊക്കെ വരുന്നത്. ഞാൻ ഇപ്പത്തെ സൈഡും കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, ചുളുങ്ങി വരുന്നില്ലേ. ആ പമ്പ് അതിന്റെ എല്ലാ സ്ഥലത്തുള്ള എയർ എടുത്തെടുത്ത് അത് പുറത്തേക്ക് കളയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നോക്കൂ, ഇനിയും നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. എല്ലാം എയറും പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്യാപ്പ് വെക്കണ്ടേ. കുറച്ചുകൂടി നേരം നമുക്ക് ചെയ്തിട്ടാണ് വെക്കാം. ഇപ്പൊ മതിയായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ക്യാപ്പൊക്കെ വെക്കാം. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാ സൈഡും ചുളുങ്ങിയിരിക്കണേ. അതിന്റെ അർത്ഥമാണ് എല്ലാ എയറും പോയി, ഷ്രിങ്ക് ആയി പോയി. നിങ്ങൾക്ക് ഈ സൈഡൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു സൈഡ് പോലും ഇത് എയർ ഇല്ല, അതെല്ലാം സ്മോൾ ആയി പോയി. ഇത് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത ക്ലോത്ത്സും പില്ലോസും അതൊക്കെ നമുക്കിത് യൂസ് ചെയ്ത് ചെയ്യാട്ടോ. ഇനി പിന്നെ കാണാം. ബൈ.